ഹായ് വെൽക്കം ബാക്ക് ടു ഫിൽകിറ്റ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇത്തരത്തിലുള്ള ഒരു വോൾട്ട് മീറ്റർ ആണ്, ഒരു കുഞ്ഞു വോൾട്ട് മീറ്റർ. അപ്പോൾ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 വയർ വോൾട്ട് മീറ്റർ തന്നെ മേടിക്കുക. ഇത് 2 വയറുള്ളതും കിട്ടാനുണ്ട്, 3 വയറുള്ളതും കിട്ടാനുണ്ട്. ഇത്തരത്തിലുള്ള 3 വയറുള്ള ഒരു വോൾട്ട് മീറ്റർ മേടിക്കുക. ഏകദേശം ഓൺലൈനിലെ വില ഒരു 200 രൂപയുടെ അടുത്ത് വരും. നമുക്ക് ഷോപ്പുകളിൽ 160-170 രൂപക്കൊക്കെ ഈ വോൾട്ട് മീറ്റർ അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു വോൾട്ട് മീറ്റർ എടുത്തിട്ട് ഇതിനിവിടെ 2 വയർ, ഒന്ന് പ്ലസ് മൈനസ്, ഇത് രണ്ടും ഈ വോൾട്ട് മീറ്റർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവറാണ്. ഇത് ഏകദേശം ഒരു 100 വോൾട്ട് വരെയൊക്കെ ചെക്ക് ചെയ്യാം എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷെ 100 വോൾട്ട് ഒന്നും വലിയ ധൈര്യത്തിൽ കൊടുക്കണ്ട, ചിലപ്പോൾ കത്തിപ്പോയാലോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് കണക്ഷൻസ് എങ്ങനെയൊക്കെ കൊടുക്കേണ്ടത് നോക്കാം, നമ്മളെ ചെക്ക് ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ അതിന് വേണ്ടി എടുത്തുള്ള കുറച്ച് റെസിസ്റ്റൻസ് ആണ്. ശരിക്കും നമുക്ക് ഇതിന് ആവശ്യം 1K റെസിസ്റ്റേഴ്സ് 2 ഉണ്ടായാൽ മതി. അപ്പൊ എൻ്റെ അടുത്ത് 1K ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഞാൻ എടുത്ത് 2K ആണ്, പിന്നെ ഒന്നുള്ളത് 2.2K 2. അപ്പൊ അതിനെ പാരൽ ചെയ്തിട്ട് നമുക്ക് 1 കിലോമിന്റെ ഏകദേശം അടുത്ത് എത്തുമല്ലോ, 1.1 കിലോ ആക്കാമല്ലോ, 1.2 കിലോ ആ ലെവലിലേക്ക് എത്തിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റെസിസ്റ്റർ എടുത്തിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ട പണി നേരെ ഈ ഒരു റെഡ് വയറിൽ നമ്മൾ ഈ റെസിസ്റ്ററിനെ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. ഈ റെഡ് വയറും ബ്ലാക്കും ഉപയോഗിക്കുന്നത് ഈ ബോർഡ് വർക്ക് ചെയ്യാൻ ആവശ്യമായുള്ള പവറിന് വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് തന്നെ നമുക്ക് ധൈര്യമായിട്ട് 24 വോൾട്ട് 30 വോൾട്ട് ഒക്കെ കൊടുക്കാം, എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റി കിടക്കട്ടെ എന്നതിനാണ് ഇപ്പൊ ഈ ഒരു റെസിസ്റ്റർ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ 2 റെസിസ്റ്ററുകൾ അല്ലെങ്കിൽ ഒരു 1K റെസിസ്റ്റർ നമ്മൾ നേരെ പാരൽ ചെയ്യുക. 1K ആണെങ്കിൽ ഒന്ന് മതി, ഞാനിവിടെ 2.2K ആയതുകൊണ്ട് തന്നെ 2 എടുത്തിട്ട് പാരൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ 2 പാരൽ ചെയ്തിട്ട് ഈ വൈറ്റ് വയറിൽ കൊടുക്കുക. ചിലതിൽ ഇതിന് വൈറ്റിന് പകരം യെല്ലോ ആയിരിക്കും, വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ, എന്തായാലും ബ്ലാക്കും റെഡും ഒഴിച്ച് ബാക്കിയുള്ള വയർ. ഇനി ഇവിടെ എക്സ്ട്രാ ഇതൊന്നും ആവശ്യമില്ലാത്തതിനൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം, ഒന്നും വേണ്ട. ഓക്കെ, ഇവിടെ 2 ആയല്ലോ. ഇനിയാണ് നമ്മളെ ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള 2 വയർ വേണം. അപ്പൊ ഞാൻ തൽക്കാലം ഇങ്ങനെ 2 വയർ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ പ്രോബ്സോ അത്തരം പ്രോബ് എന്തെങ്കിലും സെറ്റാക്കി കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഇപ്പൊ തൽക്കാലം 2 വയർ എടുത്തുള്ളത്. അപ്പൊ അതിലെ റെഡ് വയറിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു വൈറ്റിലേക്ക് കൊടുക്കാം. അതായത് വൈറ്റിന്റെ ഈ ഭാഗത്ത് കൊടുക്കണം കേട്ടോ. വൈറ്റ് വയറിലേക്ക് തന്നെ നേരിട്ട് കൊടുക്കുക, റെസിസ്റ്ററിന്റെ എൻഡിലെല്ലാം ഈ ഭാഗത്ത് തന്നെ കൊണ്ടുവന്നിട്ട് കൊടുക്കാം. ബ്ലാക്കിനെ കൊണ്ടുവന്നിട്ട് ഈ ബ്ലാക്കിലേക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്കുള്ള പവർ കൊടുക്കണം. ഇതിലേക്ക് പവർ കൊടുക്കേണ്ടത് ഇതിനും കൂടി ഷോർട്ട് ആക്കണം. ഇപ്പൊ ഈ 2 റെസിസ്റ്ററുകളുടെയും ഈ എൻഡില്ലേ, ഈ 2 എൻഡും തമ്മിൽ ഇവിടെ കൂട്ടി ഷോർട്ടാക്കി വെക്കുക. ഓക്കെ, ആ റെഡ് വയർ ഇവിടെ നിന്ന് പോന്നിട്ടുണ്ട്, അതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഈ റെഡിനെ ഈ വൈറ്റിലേക്ക് സോൾഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വയറിനോട് സോൾഡർ ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്. ആകെ ഒരു 1K റെസിസ്റ്റർ, ഇവിടെ ഒരു 1K റെസിസ്റ്റർ, ഈ 2 1K റെസിസ്റ്ററുകളുടെയും എൻഡുകൾ തമ്മിൽ കൂട്ടി ഷോർട്ട് ചെയ്ത് വെച്ചു. ഒരു 1K റെസിസ്റ്ററിൽ നമ്മൾ റെഡ് വയർ കൊടുത്തു. അടുത്ത 1K റെസിസ്റ്ററിൽ ഇവിടെ നിന്ന് വരുന്ന വൈറ്റ് വയർ അല്ലെങ്കിൽ യെല്ലോ വയർ കൊടുത്തു. അതിൽ നിന്ന് തന്നെ ഒരു റെഡ് ഔട്ട് എടുത്തു. പിന്നെ ഈ ബ്ലാക്കിലേക്ക് വേറൊരു ബ്ലാക്കിനെ കൂടി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഒരു ആവശ്യമായിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ്. ഇതിലേക്ക് വോൾട്ടേജ് കൊടുക്കണ്ടേ. അപ്പൊ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ആ ഒരു പവർ സപ്ലൈനെ തന്നെയാണ്. അപ്പൊ പവർ സപ്ലൈ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 24 വോൾട്ട് പവർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ 24 വോൾട്ട് സെറ്റ് ആക്കി അതിന്റെ പോസിറ്റീവ് പ്രോബ് കൊണ്ടുവന്നിട്ട് ഈ 2 റെസിസ്റ്ററും കൂട്ടി ഷോർട്ട് ആക്കിയ ഇവിടെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. നെഗറ്റീവ് പ്രോബിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ 2 കൂട്ടി ഷോർട്ട് ആക്കിയിരുന്നല്ലോ, അത് നമ്മൾ പവർ സപ്ലൈന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ട് അവിടെ ഡിസ്പ്ലേയിൽ 24 വോൾട്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 24 വോൾട്ട് എന്ന് കാണിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ LED-കൾ, Zener ഡയോഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് സാധാരണ അറിയുന്ന കാര്യമാണ്, ഒരു LED എടുത്തിട്ട് നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളത്. മൾട്ടിമീറ്റർ നമ്മൾ നേരെ എന്ത് ചെയ്യും, ഡയോഡ് ചെക്ക് ചെയ്യാനുള്ള മോഡിലിടും. ആ മോഡിലിട്ടതിന് ശേഷം LED-യിൽ നമ്മൾ മൾട്ടിമീറ്ററിന്റെ പ്രോബ് കൊണ്ടെന്ന് വെച്ചാൽ LED ചെറുതായിട്ട് ഇങ്ങനെ കത്തുന്നത് കാണാം. നമുക്ക് അവിടെ ഒരു 1.7 എന്നൊക്കെ പറഞ്ഞൊരു വോൾട്ടേജ് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇതേ LED-നെ നമ്മൾ ഇതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതില് നെഗറ്റീവ് പ്രോബില് നമ്മൾ ഈ നെഗറ്റീവ് വെച്ചു, അതേപോലെ തന്നെ LED-ന്റെ പോസിറ്റീവിൽ ഈ പോസിറ്റീവും കൊടുത്തു. LED ആണ് നല്ല ബ്രൈറ്റ്ലി കത്തുന്നുണ്ട്. 1.9 അല്ലെങ്കിൽ 2 വോൾട്ട്
2 വോൾട്ട് വേണം ഈ LED വർക്ക് ചെയ്യാൻ. അതാണ് കാണിക്കുന്നത്. LEDക്ക് എത്ര വോൾട്ട് വേണോ ആ വോൾട്ടേജ് ഇവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് എഴുതി കാണിച്ചു തരും. അതാണ് ഈ ഒരു സർക്യൂട്ടിന്റെ പ്രത്യേകത. ഇനി ഇതിന്റെ നമുക്കിപ്പോ സംശയം ഉണ്ടാവും, ഈ LED ഒക്കെ ചെക്ക് ചെയ്യാൻ എന്തിനാ ഇതെന്നുള്ളത്. ഈ LED ചെക്ക് ചെയ്യാനല്ല അതിന്റെ പ്രധാന ആവശ്യം കിടക്കുന്നത്. ഇപ്പൊ ഇതാണ്, ഇതൊരു സാധാ LED ബൾബിന്റെ ബോർഡാണ്, ഇൻവെർട്ടർ ബൾബിന്റെ ബോർഡാണ്. ഈ ബോർഡിൽ ബൾബ് കംപ്ലൈന്റ് LED ബൾബ് കംപ്ലൈന്റ് ആയതാണ്. അപ്പൊ ഇതിലുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാല് 18 വോൾട്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിലുണ്ടോ 18 വോൾട്ട്, ഈ LED 3 വോൾട്ട്. അപ്പൊ ഈ രണ്ട് LED നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൾട്ടിമീറ്റർ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 18 വോൾട്ടിന്റെ ഇവിടെ ചെക്ക് ചെയ്തു, റീഡിംഗ് ഇല്ല. 3 വോൾട്ടിന്റെ ഇത് ചെക്ക് ചെയ്തു, ചെറുതായിട്ട് ബൾബ് കത്തുന്നുണ്ട്, ചെറിയൊരു ബ്രൈറ്റ്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ 18 വോൾട്ടിന്റെ ബൾബ് പോയോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അത് കണ്ടുപിടിക്കാൻ മൾട്ടിമീറ്റർ കൊണ്ട് കഴിയില്ല, പകരം നമ്മളെ ഈ ഒരു മീറ്റർ കൊണ്ട് കഴിയും. ഈ മീറ്റർ കൊണ്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, അതിൽ പ്ലസും മൈനസിലും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊടുത്ത് ചെക്ക് ചെയ്താൽ മതി. ഈ മീറ്ററിലെ ഈ പോസിറ്റീവിന്റെ വയർ എടുത്തിട്ട് നമ്മൾ LED പ്ലസ്സിൽ, നെഗറ്റീവ് എടുത്തിട്ട് LED നെഗറ്റീവിൽ കണ്ടോ, LED നല്ല ബ്രൈറ്റിൽ തന്നെ കത്തുന്നുണ്ട്. കോണ്ടാക്ട് കിട്ടാത്തതുകൊണ്ടാണ് മിന്നി പോകുന്നത്. അവിടെ മീറ്ററിൽ എഴുതി കാണിക്കുന്നുണ്ടോ 16.6, ഏകദേശം 18 വോൾട്ട് തന്നെ. 18 വോൾട്ടിന്റെ LED 16.6 ഒക്കെ കാണിക്കാൻ, കാരണം ഇതിൽ വേറെയും കുറെ കണക്ഷൻ അല്ലേ. അപ്പൊ അതിലൂടെയൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് കാണിക്കാത്തത്. അപ്പൊ അതാ ഈ ബൾബ് ഒന്ന് കൊടുത്തു നോക്കാം, ഇതും കത്തുന്നുണ്ട്. ഇതൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇതിൽ വേറെ എന്തോ കുഴപ്പമാണ്. എന്തായാലും ഈ ബൾബ് ഇതും കത്തുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഓരോ LED ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ LED നോക്കാം. ഈ ചെറിയ LEDക്കും ഇതന്നെ കൊണ്ടേ കൊടുക്കാം. നമുക്ക് വേറൊരു വോൾട്ടേജ് മാറ്റി കൊടുക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ LEDയിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല. കോണ്ടാക്ട് കിട്ടാത്ത ഭയങ്കര പ്രശ്നമുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആണ് 2.5 വോൾട്ട്. അപ്പൊ ഇതിന് പകരം മൾട്ടിമീറ്റർ പ്രോബോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും പ്രോബ് ആണെങ്കിൽ അത് കുത്തി കൊടുത്താൽ മതി, സുഖമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ LED എത്ര വോൾട്ടിന്റെ LED ആണെന്നും ഈ LED കത്തുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റി. ഇനി അതേപോലെ തന്നെ LCD LED ടിവികളിലൊക്കെ ഇത് പ്രധാനമായിട്ട് ആവശ്യം വരും. LCD LED TV ഒക്കെ ഉണ്ട്, അങ്ങനത്തെ വലിയ LED സ്ട്രിപ്പ് ഉണ്ടാവും LED ടിവിക്കൊക്കെ. അപ്പൊ അതിൽ വെച്ച ഈ ഒരു ബൾബൊക്കെ എത്ര വോൾട്ടാന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ കൊടുത്തപ്പോൾ കത്തുന്നില്ല, തിരിച്ചൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഇത് പോയതാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് പോയിട്ടുണ്ട്, ഇത് കത്തുന്നില്ല. അപ്പം വേറെ ഏതെങ്കിലും ബൾബ് നോക്കാം. അപ്പൊ അതിൽ തന്നെ വേറെയും ബൾബുകളുണ്ട്. ഇങ്ങനെ വെച്ചപ്പോൾ കത്തുന്നില്ല, നമ്മൾ തിരിച്ചു. ഓക്കെ, ഇവിടെ കത്തുന്നുണ്ട്. 2.6 2.8 ആ ലെവൽ, അതായത് 3 വോൾട്ടിന്റെ ബൾബ്. ഇനി ഇപ്പൊ നമ്മൾ ബൾബ് ചെക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞത് LED ബൾബ്. ഇനി LED ബൾബ് മാത്രമല്ലാതെ നമുക്ക് വേറൊരു ഫെസിലിറ്റി കൂടെ ഇതുകൊണ്ടുണ്ട്. അതായത് നമ്മളെടുത്ത് ഇപ്പൊ എൻ്റെ അടുത്തുള്ള കുറച്ച് Zener Diodes കാണുന്നത്, ഈ Zener Diode ഒന്നും വോൾട്ടേജ് എത്രയാണെന്ന് അറിയില്ല. ഇവിടെ 1-2 കവറിൽ ഇട്ട് വെച്ചതുണ്ട്, അല്ലാത്തിന്റെ ഒന്നും വോൾട്ട് അറിയില്ല. വോൾട്ട് അറിയാത്തൊരു Zener കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര വോൾട്ടിന്റെ എന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ടെസ്റ്ററിൽ നേരെ എന്ത് ചെയ്യുക, നമ്മൾ ആനോഡില്, Zenerന്റെ ആനോഡില് ഈ നെഗറ്റീവ് വയർ കൊടുക്കുക, കാതോഡില് പോസിറ്റീവ് വയറും കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന 10.1, അപ്പോൾ 10.1 വോൾട്ടിന്റെ Zener ആണിത്. ഇതിൽ കാര്യമായിട്ട് ആ റേഞ്ചിലൊക്കെ തന്നെയുള്ള Zenerകളാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ 6.2ന്റെ Zener ഒക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് കുറച്ചെണ്ണം. ഇനിയിപ്പോൾ ഈ ചെറിയൊരു Zener ഇവിടെ കാലൊക്കെ കട്ട് ചെയ്ത് വെച്ചാണ്, ഇതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് 9.9 എന്നൊക്കെ കാണിക്കുന്നുണ്ട്, അതായത് 10 തന്നെ. ഇനി വേറെ ഒന്ന്, ഓക്കെ, ഏകദേശം വാല്യൊക്കെ തന്നെ ആയിരിക്കും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ ഇതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇത് 6.2 വോൾട്ട്. എൻ്റെ കയ്യിൽ കോണ്ടാക്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നത്. അതവിടെ ഇങ്ങനെ കൊടുത്തു. കോണ്ടാക്ട് കിട്ടുന്നില്ല. ഇതിൻ്റെ മേലെ അത് കാലപ്പഴക്കമുള്ളതുകൊണ്ടേ ക്ലാവ് ഇടിച്ചതൊക്കെ ഉണ്ട്. ഓക്കെ, 6.2 വോൾട്ട്. 6.2 വോൾട്ടിന്റെ Zener ആണത്. അപ്പൊ നമുക്ക് എത്ര വോൾട്ടിന്റെ Zener ആണ് ഈ കിടക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ പറ്റി. ഇതിൽ നമ്പറൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്പറൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കാൻ നിൽക്കണ്ടേ. ഇതാ പണിയൊന്നുമില്ല, നമുക്ക് നേരെ Zener എടുക്കുക, ഇത് കൊണ്ടാണ് വെച്ചെടുക്കുക, അവിടെ വോൾട്ടേജ് എത്രയാണെന്നുള്ളത് കാണിച്ചോളും. അപ്പൊ എളുപ്പമല്ല ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലായിട്ട് LED ബൾബുകളും നമ്മൾ ഇവിടെ ഇതിക്ക് കൊടുക്കുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണോ ആ വോൾട്ട് റേഞ്ചിലുള്ള LEDs ഒക്കെ ചെക്ക് ചെയ്യാം. പ്രത്യേകിച്ച് LED TV ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ, LED TV സർവീസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള സാധനമാണ്. ഇതിന്റെ തന്നെ മറ്റൊരു സാധനമാണ് ഈ കാണുന്നത്, ഇതാണ്. പക്ഷെ ഇതിൽ 250 വോൾട്ട് ഡയറക്റ്റ് കൊടുക്കുന്നതാണ്. ഔട്ട്പുട്ട് 300 വോൾട്ട് വരെ ഔട്ട് കിട്ടും. ഈ ഒരു സാധനത്തിന് ഏകദേശം 1000 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്.
ഇപ്പോഴത്തെ വില കറക്റ്റ് അറിയില്ല, ഞാൻ കുറച്ച് മുമ്പ് മേടിച്ചതാണ്. 1000 രൂപയുടെ അടുത്താണ് വില വരുന്നത്. ഇതേ സാധനമാണ് നമ്മൾ ഈ കുറഞ്ഞ വിലക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സർക്യൂട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.